മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഉണ്ണിയേശുവിന്റെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഒത്തിരി രാഗത്തോടെയാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നത്. പല വിധത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, സങ്കടം അനുഭവിക്കുന്നവർ, മനസ്സാകെ തകർന്നു പോയവര്, ഇതാ ദൈവമായ കർത്താവ് എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നു. ഏശയ്യയുടെ പുസ്തകം 66-ാം അധ്യായം 2-ാം വാക്യം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. മകളെ, ഈശോ ആരിലാണ് ഇടപെടുന്നത്? ആരെയാണ് കടാക്ഷിക്കുന്നത്? ആരിലാണ് പ്രവർത്തിക്കുന്നത്? വചനം പറഞ്ഞു തരുന്നു, ആത്മാവിൽ എളിമയും അനുതാപമുള്ളവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. വചനം എന്താണോ പറയുന്നത് അത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവരാണ് അനുതാപവും എളിമയുമുള്ളവർ. യേശുവിന്റെ വഴിയും യേശുവിലേക്കുള്ള വഴിയും ഇടുങ്ങിയതാണ്, ഞെരുക്കത്തിന്റെ വഴിയാണ്. അനുതാപവും എളിമയുമുള്ളവർക്ക് ഈ വഴി എളുപ്പം മനസ്സിലാകും. അത് കുരിശിന്റെ വഴിയാണ്, പരിത്യജിക്കലിന്റെ വഴിയാണ്, വീണ്ടും ജനനത്തിന്റെ വഴിയാണ്. ചിലപ്പോൾ കൂടെ ആരും ഉണ്ടാവില്ല ധരിച്ചാകാം. എങ്കിലും വചനം പറയുന്നു, ഭയപ്പെടരുത്, തളരരുത്, കരുത്താർജിക്കണം. കാരണം യേശുവിന്റെ അമ്മയും വിശുദ്ധന്മാരും മാലാഖമാരും കൂടെയുണ്ട്. മനുഷ്യകരങ്ങളിൽ ആശ്രയിക്കാതെ ദൈവകരങ്ങളിൽ ആശ്രയിച്ച് മുന്നേറണമെങ്കിൽ ആത്മാവിൽ എളിമയും അനുതാപവും വേണം. അവരെയാണ് കർത്താവ് തൊടുന്നത്, അവരെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്, അവരെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത്, അവരെയാണ് കർത്താവ് നയിക്കുന്നത്. ഇപ്പോൾ ഓരോ വ്യക്തികളെയും ഉണ്ണീശോ വന്ന് തൊട്ട് നീങ്ങുന്നുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും തിരുരക്ത സംരക്ഷണം നൽകുന്നുണ്ട്. തിന്മയുടെ ആധിപത്യങ്ങൾ ദൂരെ എറിഞ്ഞുകൊണ്ട് നന്മയുടെ മേഖലയിലേക്ക് കടന്നു വരാൻ ഉണ്ണീശോ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ ഞങ്ങളുടെ മേൽ അധികം കരുണയും സ്നേഹവും വർഷിക്കണമേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് ഷെയർ ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.